അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ പീറ്റയാണ്. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റാണ്. നോമ്പ് മുറിക്കുമ്പോഴൊക്കെ കഴിക്കാനും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ബ്രെഡ് പീറ്റ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് മൈദ കുഴച്ചെടുക്കണം. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് പാൽപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ നടുക്കൊരു കുഴിയാക്കിയിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ചൂട് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലെങ്കിൽ പച്ചവെള്ളത്തിലും കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കാം. അതിൽ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. മൈദ നല്ലപോലെ കുഴച്ചായിട്ടുണ്ട്. അത് ചപ്പാത്തിനേക്കാളും കുറച്ച് ലൂസിൽ കുഴച്ചാൽ മതി. അടച്ച് വെച്ചിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. ഫില്ലിങ്ങിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റൗ ഓണാക്കിയിട്ട് ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 വെളുത്തുള്ളിൻ്റെ അല്ലി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സ്ലോ ചെയ്യാം. മുന്നൂറ് ഗ്രാം എല്ലില്ലാതെ ഇറച്ചി ചെറുതായി മുറിച്ചത് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കൂടെ നല്ലപോലെ ഒന്ന് ബ്രൗൺ ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു വെള്ള കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സിർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് ചില്ലി സോസ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഉള്ളി ചെറുതായി മുറിച്ചിട്ടത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഉരുക്കിയൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ 10 മിനിറ്റ് കൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടും. കുറച്ച് സമയം ഇതുപോലെ ബ്രൗൺ ചെയ്തെടുക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നേരത്തെ കുഴച്ച് വെച്ച മാവ് നോക്കാം. നല്ലപോലെ പൊന്നിയൊക്കെ വന്നിട്ട് കമീറായിട്ടുണ്ട്. പരത്തിയെടുക്കാം. ഞാൻ കുറച്ച് മൈദ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ഇത് 2 ഭാഗമായിട്ട് മാറ്റിയെടുക്കാം.
പരത്തി എടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക ചപ്പാത്തിൻ്റെ അതിനേക്കാൾ കുറച്ച് വണ്ണത്തിലാണ് പരത്തി എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതൊരു മൂടി എടുത്തിട്ട് മുറിച്ചെടുക്കാം. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവും കൂടി പരത്തിയെടുക്കാം. ഇതുപോലെ കുത്തി കൊടുക്കാം. ഇത് കുത്തി കൊടുക്കുന്നത് ഇത് പൊങ്ങി വരാതിരിക്കാനാണ്. അല്ലെങ്കിൽ കുബൂസെല്ലാം പൊങ്ങി വരുന്ന പോലെ പൊന്തി വന്നു പോകും. മുഴുവനും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചുട്ടെടുക്കാം. ഇത് ഫ്രൈ പാനിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. വേണമെങ്കിൽ ഓവനിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് തിരിച്ചെടുക്കുക. 1 മിനിറ്റ് ആയിട്ടുണ്ട്. തിരിച്ചെടുക്കുക. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ടാസ് റെഡി ആയിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചുട്ടെടുക്കാം. മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ബ്രെഡ് ഇതുപോലെ ഇങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ പിടിക്കുക. ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ കുത്തി വെക്കാം. ചിക്കൻ ബ്രെഡ് പീറ്റ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു കൊള്ളി പിടിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റും. നോമ്പ് മുറിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.